കടയ്ക്കാവൂരിൽ അമ്മയും കാമുകന്മാരും ചേർന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസിൽ കുറ്റം ചുമത്തൽ നടപടികൾക്കായി പ്രതികളെ ഈ മാസം 21-ന് കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതികളായ കുഞ്ഞിന്റെ അമ്മ ചന്ദ്രപ്രഭ, ഓട്ടോ ഡ്രൈവർ അജേഷ്, പ്രവാസിയായ വിതുര സ്വദേശി സനൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. കുഞ്ഞിന്റെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരം നേരത്തെ ഹാജരാക്കിയിരുന്നു. 2015 മെയ് 8-നാണ് കേസിനാസ്പദമായ ക്രൂരത കടയ്ക്കാവൂരിൽ അരങ്ങേറിയത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചാൽ കൂടെ താമസിപ്പിക്കാമെന്ന് കാമുകന്മാർ പറഞ്ഞത് അനുസരിച്ചാണ് കൊലപാതകമെന്ന് ചന്ദ്രപ്രഭ വെളിപ്പെടുത്തിയിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം കടയ്ക്കാവൂരിന് സമീപം കീഴാറ്റിങ്ങലിൽ കാമുകൻ സനൽ വാടകയ്ക്ക് എടുത്തുകൊടുത്ത വീട്ടിലാണ് ചന്ദ്രപ്രഭ താമസിച്ചിരുന്നത്. ജീവിതമാർഗമായി ഓട്ടോയും എടുത്തു നൽകി. ഓട്ടോ ഡ്രൈവറായി സമീപവാസിയായ അജേഷ് എത്തിയതോടെ യുവതി ഇയാളുമായും പ്രണയത്തിലായി. ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിദേശത്തുള്ള സനലിന് സംശയം ജനിച്ചു. ഇതിനിടെയാണ് കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിനെ സ്വീകരിക്കാൻ 2 കാമുകന്മാരും തയ്യാറായില്ല. ഇതോടെയാണ് ഇവരുടെ അറിവോടെ കുഞ്ഞിനെ കൊല്ലാൻ യുവതി തീരുമാനിച്ചത്. കുഞ്ഞില്ലെങ്കിൽ സ്വീകരിക്കാമെന്ന് 2 കാമുകന്മാരും പറഞ്ഞതിനാലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ചന്ദ്രപ്രഭ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഉറക്കത്തിൽ താൻ അറിയാതെ കുട്ടിയുടെ മേൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചതാകാമെന്നായിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ ചന്ദ്രപ്രഭയുടെ ആദ്യ മൊഴി. പിന്നീട് കുഞ്ഞ് അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചതാകാമെന്നും ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ ആമാശയത്തിലും ശ്വാസകോശത്തിലും അമിതമായി വെള്ളമുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് അമ്മ ചന്ദ്രപ്രഭയെ വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെ ഇവർ കുറ്റസമ്മതം നടത്തി. സംഭവ ദിവസം അതിരാവിലെ കുഞ്ഞിനെയും കൊണ്ട് വീടിന്റെ ടെറസിലേക്ക് പോയ ചന്ദ്രപ്രഭ കുഞ്ഞിനെ വാട്ടർ ടാങ്കിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ചന്ദ്രപ്രഭയ്ക്കെതിരെ കൊലക്കുറ്റവും മറ്റ് 2 പ്രതികൾക്കുമെതിരെ കൊലപാതകത്തിനുള്ള പ്രേരണാക്കുറ്റവും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസന്വേഷണത്തിനിടെ താൻ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന ചന്ദ്രപ്രഭയുടെ വാദവും പോലീസിനെ വട്ടം കറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.